മുൻ LDF കൺവീനർ EP ജയരാജന്റെ ആത്മകഥാ വിവാദം തള്ളി CPIM. മാധ്യമങ്ങൾ പാർട്ടിക്കെതിരെ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇന്നത്തെ വിവാദമെന്ന് MV ഗോവിന്ദൻ. EP തന്നെ വാർത്ത നിഷേധിച്ചിട്ടുണ്ട്. ജയരാജന്റെ വാക്കുകളെയാണ് പാർട്ടി മുഖവിലക്കെടുക്കുന്നത്. EP പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ജയരാജൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ നിൽക്കുകയാണ്. അതിൻ്റെ അപ്പുറം ഒരു കാര്യവും പറയേണ്ടിയില്ല. കാരണം ആരെപ്പറ്റിയാണോ ആ പുസ്തകത്തെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം തന്നെ അതിനിശ്ചിതമായിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ജയരാജൻ പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. പിന്നെ വാർത്താ മാധ്യമങ്ങൾ പലതും ഉണ്ടാക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കും. അതിലിന് പറയാൻ അത്ഭുതകരമായ സാഹചര്യം ഞങ്ങൾക്കില്ല. കാരണം വെറുതെ ആവശ്യമില്ലാതെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് പോവുകയാണ്. സമ്മേളനത്തിൻ്റെ പശ്ചാത്തലമാണ്. മാത്രമല്ല, ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ദിവസമാണ്. ഇങ്ങനെ ഒരു തോന്നിയാസ വാർത്ത ഉണ്ടാക്കിയിട്ട് പാർട്ടിയുടെ മേലെ കെട്ടിവെക്കാനുള്ള ഗൂഢശ്രമമാണ് നിങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. നിഖിലയുണ്ട് വിശദാംശങ്ങളുമായി. നിഖിൽ, ഈ വിഷയത്തിൽ പാർട്ടി EP ജയരാജൻ പറഞ്ഞതിനൊപ്പം തന്നെയാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഉടനീളം പറഞ്ഞത്, ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഉടനീളം MV ഗോവിന്ദൻ ഉണ്ടായിരുന്ന ഉത്തരം ഇത് മാത്രമാണ്. അതായത് EP ജയരാജന്റെ പുസ്തകത്തെക്കുറിച്ചാണ് വിവാദം വന്നത്. EP ജയരാജൻ അതിൽ അദ്ദേഹത്തിന്റെ ഭാഗം പറഞ്ഞിട്ടുണ്ട്. നിയമപരമായി മുന്നോട്ട് പോകുമെന്നുൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. EPക്കൊപ്പമാണ് പാർട്ടി ഉള്ളത് ഈ വിഷയത്തിലെ നിലപാടിൽ എന്ന് MV ഗോവിന്ദൻ ആവർത്തിച്ച് പറയുകയായിരുന്നു ചെയ്തത്. EP ജയരാജനാണെങ്കിൽ രാവിലെ തന്നെ ഈ വാർത്തകളുമായി ബന്ധപ്പെട്ട് രാവിലെ പ്രതികരണം ചോദിച്ചപ്പോൾ തന്നെ EP ജയരാജൻ വ്യക്തമാക്കിയതാണ്, തന്റെ ആത്മകഥയിൽ അത് എഴുതി പൂർത്തിയായിട്ടില്ല. അത് പൂർത്തിയാകുന്നതിന് മുൻപാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത്. മാത്രമല്ല, തന്റെ പഴയ കാര്യങ്ങൾ ഉൾപ്പെടെ ആണ് ആ ആത്മകഥയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഈ പീസരിന് ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊന്നും പ്രതിപാദിച്ചിട്ടില്ല എന്ന് EP ജയരാജൻ പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് വന്ന കാര്യങ്ങളെല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്ന നിലപാടിൽ തന്നെയാണ് CPIM സംസ്ഥാന സെക്രട്ടറിയും ഉള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ നിയമ നടപടികൾ ഉൾപ്പെടെ സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് EP ജയരാജൻ അറിയിച്ചിരിക്കുന്നത്. അതേസമയം പാർട്ടി നിയമപരമായി ഇക്കാര്യത്തെ നേരിടുമെന്ന ചോദ്യത്തിന് പാർട്ടി അങ്ങനെ നിയമപരമായി വിഷയത്തിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ, EP ജയരാജന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട വിഷയമല്ലേ, അതൊരു പ്രസാധകനും ഗ്രന്ഥകാരനും തമ്മിലുള്ള വിഷയമാണ്, അത് ആ നിലയ്ക്ക് തന്നെ പോകട്ടെ എന്ന ഒരു നിലപാടാണ് MV ഗോവിന്ദൻ പറയുകയും ചെയ്തത്. ഏതായാലും DC ബുക്സിന് ഇത്തരത്തിലൊരു ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ താൻ കൊടുത്തിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് EP ജയരാജൻ ഉള്ളത്. DC ബുക്സും മാതൃഭൂമിയും ഒക്കെ തന്നെ ഇക്കാര്യങ്ങളിൽ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിരുന്നു. അത് ചർച്ചകളാവാമെന്ന് മാത്രമാണ് പറഞ്ഞത്. ആരെയും ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല എന്നും EP ജയരാജൻ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ പാർട്ടി EP ജയരാജനൊപ്പം തന്നെയാണ് എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്ന് നിഖിൽ A.